നമുക്കിന്ന് ഇമ്മ്യൂണോളജി നോക്കാം. ഇന്നേറ്റ് ആൻഡ് അക്വയേർഡ് ഇമ്മ്യൂണിറ്റി, ജന്മനാ ഉള്ള പ്രതിരോധശേഷിയും ആർജിത പ്രതിരോധശേഷിയും. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ശരീരത്തിലുള്ള സ്വാഭാവിക പ്രതിരോധശേഷിയാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രോഗാണുവിനെ മാത്രമല്ല, എല്ലാതരം പുറത്തുനിന്നുള്ള അണുക്കളിൽ നിന്നും ശരീരം രക്ഷപ്പെടാൻ ഇത് പൊതുവായി സഹായിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കിന്ന്, മ്യൂക്കസ് മെംബ്രെയിൻ, അതേപോലെ നമ്മളുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ്, ഇതൊക്കെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്കുള്ള എക്സാമ്പിളുകളാണ്. അക്വയേർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത കാലയളവിൽ രോഗങ്ങൾ വരുമ്പോഴോ വാക്സിനേഷൻ എടുക്കുമ്പോഴോ ആർജിച്ചെടുക്കുന്ന പ്രതിരോധ ശേഷിയാണ്. ഇത് വളരെ പ്രത്യേകതയുള്ളതാണ്, അതായത് സ്പെസിഫിക് ആണ്. കൂടാതെ ഇതിന് ഓർമ്മശക്തിയുണ്ട്, മെമ്മറി. അതായത് ഒരേ രോഗാണു വീണ്ടും ശരീരത്തിൽ പ്രവേശിച്ചാൽ വളരെ വേഗത്തിലും ശക്തമായും പ്രതിരോധിക്കാൻ ഇതിന് സാധിക്കും. ഇനി ഹ്യൂമറൽ ആൻഡ് സെല്ലുലാർ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബി സെല്ലുകൾ ഉൾപ്പെടുന്ന ഈ പ്രതിരോധ സംവിധാനം രക്തം, ലിംഫ് തുടങ്ങിയ ശരീരദ്രവങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. രോഗാണുക്കളെ കാണുമ്പോൾ, അതായത് ആൻറ്റിജൻസിനെ, ബി സെല്ലുകൾ പ്ലാസ്മ സെല്ലുകളായി മാറി ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആൻറ്റിബോഡികളാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഇനി സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ ടി സെൽസ് ആണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇതിൽ ആൻറ്റിബോഡികളുടെ സഹായമില്ലാതെ പ്രത്യേക പ്രതിരോധ കോശങ്ങൾ തന്നെ രോഗബാധയുള്ള കോശങ്ങളെയോ ക്യാൻസർ കോശങ്ങളെയോ നേരിട്ട് നശിപ്പിക്കുന്നു. ആൻറ്റിജൻസും എപ്പിടോപ്സും എന്താ നോക്കാം. ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുകയും പ്രതിരോധ വ്യവസ്ഥയെ ഉണർത്തുകയും ചെയ്യുന്ന ഏത് വിദേശ വസ്തുവിനെയും, അതായത് ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയുടെ പുറത്തുനിന്നുള്ള പ്രോട്ടീൻ, അതാണ് വിദേശ വസ്തുവിനോട് ഉദ്ദേശിച്ചത് ആൻറ്റിജൻ. ഇവയാണ് എന്ത് പറയുന്നത്? ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഇനി എപ്പിടോപ്പ് എന്ന് പറഞ്ഞാൽ ആൻറ്റിജൻ്റെ ഉപരിതലത്തിൽ ആൻറ്റിബോഡികളോ ടീസെൽ റിസപ്റ്ററുകളോ വന്നു ചേരുന്ന ചെറിയ ഭാഗമാണ്. ഒരു ആൻറ്റിജന് പരിധിയിൽ തന്നെ നിരവധി എപ്പിടോപ്പുകൾ കാണാം. ഇനി ആൻറ്റിജൻ പ്രോസസ്സിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കാൻ ആദ്യം എന്ത് വേണം? അവയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ രോഗാണുക്കളെ മാക്രോഫേജുകൾ പോലുള്ള കോശങ്ങൾ ഉള്ളിലെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് ഇത് ആൻറ്റിജൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഈ ചെറിയ കഷ്ണങ്ങളെ MHC തന്മാത്രകളുടെ സഹായത്തോടെ കോശത്തിൻ്റെ ഉപരിതലത്തിൽ പ്രദർശിപ്പിക്കുന്നതിനെ ആൻറ്റിജൻ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഇത് ടി സെല്ലുകളെ, രോഗാണുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബി സെല്ലുകളുടെ ആക്ടിവേഷനും ഡിഫറൻസിയേഷനും എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവേഷൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ബി സെല്ലുകളുടെ ഉപരിതലത്തിലെ റിസപ്റ്ററുകൾ പ്രത്യേക ആൻറ്റിജനുമായി ബന്ധപ്പെടുമ്പോൾ, അതായത് സാധാരണയായി ടി ഹെൽപ്പർ സെല്ലുകളുടെ സഹായത്തോടെയാണ് ബി സെല്ലുകൾ ഉണർത്തപ്പെടുന്നത്. ഓക്കെ. ഇനി ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണർത്തപ്പെട്ടിട്ടുള്ള ബി സെല്ലുകൾ പെരുകി എന്തായിട്ട് മാറുന്നു? രണ്ട് തരം കോശങ്ങളായിട്ട്, പ്രധാനമായിട്ടുള്ള കോശങ്ങളായിട്ട് മാറുന്നു. അതാണ് ഒന്ന് പ്ലാസ്മ സെല്ലുകളും മെമ്മറി ബി സെല്ലുകളെന്നും പറയുന്നത്. പ്ലാസ്മ സെൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ലക്ഷ്യമിട്ട ആൻറ്റിബോഡികളെ വലിയ അളവിൽ ഉൽപ്പാദിപ്പിച്ച് ബ്ലഡിലേക്ക് വിടുന്ന ഫാക്ടറികളാണ് പ്ലാസ്മ സെൽസ്. ഇനി മെമ്മറി ബി സെൽസ് എന്ന് പറയുന്നത് ഭാവിയിൽ ഇതേ രോഗാണു വീണ്ടും വന്നാൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ദീർഘകാലം നിലനിൽക്കുന്ന കോശങ്ങളാണ്. ഇനി ടി സെൽസ്, അവയുടെ ടൈപ്സ്, അവരുടെ റോള് എന്താ നോക്കാം. തൈമസിൽ വെച്ച് ആണ് മെച്ചുറാവുന്ന ഈ ടി സെല്ലുകൾ. അപ്പോൾ തൈമസിൽ വെച്ച് പാകമാകുന്ന ടി സെല്ലുകളാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ നയിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ടി ഹെൽപ്പർ സെൽസ്, പിന്നെ സൈറ്റോകൈനുകൾ എന്ന രാസവസ്തുക്കൾ പുറത്തുവിട്ട് ബി സെല്ലുകളെയും കില്ലർ ടി സെല്ലുകളെയും ഉണർത്തുകയും പ്രതിരോധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ആര് ചെയ്യുന്നു? ടി ഹെൽപ്പർ സെല്ലുകൾ ചെയ്യുന്നു. അതേസമയം സൈറ്റോടോക്സിക് ആയിട്ടുള്ള ടി സെല്ലുകൾ എന്താണ് ചെയ്യുന്നത്? വൈറസ് ബാധിച്ച കോശങ്ങളെയും ട്യൂമർ കോശങ്ങളെയും നേരിട്ട് നശിപ്പിക്കുന്നത് കൊണ്ട് ഇവയെ കില്ലർ ടി സെല്ലുകൾ എന്ന് വിളിക്കുന്നു. ഇനി റെഗുലേറ്ററി ടി സെല്ലുകൾ എന്താ നോക്കാം. അണുബാധ മാറിയതിനു ശേഷം അനാവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി ശരീരത്തിലെ നല്ല കോശങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്നും തടയാണ് ആര് ചെയ്യുന്നത്? റെഗുലേറ്ററി ടി സെല്ലുകൾ ചെയ്യുന്നത്. ഇതുപോലെ ടി സെൽ റിസപ്റ്ററുകളുണ്ട്, TCR. ടി സെല്ലുകളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന പ്രത്യേക പ്രോട്ടീൻ റിസപ്റ്ററുകളാണ് ഇത്, ടി സെൽ റിസപ്റ്ററുകൾ. ഇനി ബി സെൽ റിസപ്റ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി ടി സെൽ റിസപ്റ്ററുകൾ ആൻറ്റിജനെ എന്താ ചെയ്യുന്നത്? നേരിട്ട് തിരിച്ചറിയാൻ അവയ്ക്ക് പറ്റില്ല. അപ്പോൾ മറിച്ച് MHC തന്മാത്രകൾ വഴി പ്രദർശിപ്പിക്കുന്ന ആൻറ്റിജൻ കഷ്ണങ്ങളെ മാത്രമേ ഇവയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. ഇനി MHC എന്ന് പറയുന്നത് എന്താണ്? മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ് ആണ്. ശരീരത്തിലെ കോശങ്ങൾ ഏതൊക്കെയാണെന്നും അവ വിദേശ വസ്തുക്കളാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശോപരിതലത്തിലെ പ്രോട്ടീനുകളെ നിർദ്ദേശിക്കുന്ന ജീനുകളുടെ കൂട്ടമാണ് MHC അഥവാ മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ക്ലാസ് 1 MHC ആണ്.
ന്യൂക്ലിയസ് ഉള്ള മിക്കവാറും എല്ലാ ശരീരകോശങ്ങളിലും കാണപ്പെടുന്നുണ്ട് ഇത്. സൈറ്റോടോക്സിക് ടി സെല്ലുകൾക്ക് ആൻറ്റിജൻ അവതരിപ്പിക്കുന്നു. ഓക്കെ, ക്ലാസ് 2 MHC എന്ന് പറഞ്ഞാൽ പ്രധാനമായും ആൻറ്റിജൻ പ്രസൻറ്റിംഗ് കോശങ്ങളിൽ, അതായത് മാക്രോഫേജുകൾ, ബി സെല്ലുകൾ, ഡെൻഡ്രൈറ്റിക് കോശങ്ങൾ എന്നിവയിലാണ് കാണപ്പെടുന്നത്. ഹെൽപ്പർ ടി സെല്ലുകൾക്ക് ആൻറ്റിജൻ അവതരിപ്പിക്കുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു. ഇനി മോണോക്ലോണൽ ആൻഡ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്താ നോക്കാം. പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ ഒരേ ആൻറ്റിജൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന വിവിധ ബി-സെൽ ക്ലോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികളുടെ ഒരു മിശ്രിതമാണ് ഏത്, പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഇനി മോണോക്ലോണൽ ആണെങ്കിൽ ഒരേ ഒരു പ്രത്യേക ബി-സെൽ ക്ലോണിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന ഒരേപോലെയുള്ള ആൻറ്റിബോഡികളാണ്. ഇവർ പ്രത്യേക എപ്പിടോപ്പിനെ മാത്രം കൃത്യമായി ലക്ഷ്യമിടുന്നുണ്ട്. ഇനി വൈദ്യശാസ്ത്ര രംഗത്തെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാക്സിൻസ് ആണ്. വാക്സിൻ നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ, അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ജൈവ തയ്യാറെടുപ്പുകളാണ് വാക്സിനുകൾ എന്ന് പറയുന്നത്. പിന്നെ നിർവീര്യമാക്കിയതോ അല്ലെങ്കിൽ കൊന്നുകളഞ്ഞതോ ആയിട്ടുള്ള രോഗാണുക്കളോ അല്ലെങ്കിൽ അവയുടെ ജനിതക ഭാഗങ്ങളോ ആണ് ഇവയിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി ഇവരെന്താണ് ചെയ്യുന്നത്, ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ രോഗം ഉണ്ടാക്കാതെ തന്നെ യഥാർത്ഥ രോഗാണുവിനെതിരെ പോരാടാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും പ്രതിരോധ വ്യവസ്ഥയെ മുൻകൂട്ടി പരിശീലിപ്പിക്കുകയാണ് ഈ വാക്സിനുകൾ ചെയ്യുന്നത്. വാക്സിൻസ് എന്താണെന്ന് ഒന്നും കൂടി അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്.